എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. പറഞ്ഞതല്ലേ, എന്താ നടക്കാൻ പോകുന്ന ആകെ ഒരു ടെൻഷൻ. ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, ആചാരവാ. ഇവിടെ എഴുന്നേക്കും മുമ്പ് ഇവരുടെ കല്യാണം നടത്താം. അതിൽ യാതൊരു കുഴപ്പവും ഇല്ലെന്ന് എല്ലാരെയും വിശ്വസിപ്പിക്കണം. അതിന് ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. महादेव्यै नमः, आदिदेव्यै नमः, परमपुरुषायै नमः, परमात्मिकायै नमः, ओम चतुर्वेद पंडितांगृगायै नमः, ओम हिरण्यवर्णां हरणीं सुवर्णरजतस्रजां चन्द्रां हिरण्मयीं लक्ष्मीं जातवेदो ममावह ताम आवह जातवेदो लक्ष्मीमनपगामिनीं यस्यां हिरण्यं विन्दे यङ्गामस्वं पुरुषानहम्. ഈ ഹോമത്തിൽ 108 ശ്ലോകങ്ങളാണ് ചൊല്ലാനുള്ളത്. ഓരോ ശ്ലോകത്തിലും നിങ്ങള് ഹോമപ്രജ്വലനം ചെയ്യണം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഹോമത്തിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോളാ. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒന്നു മാത്രമേ ഉള്ളൂ: ദേവന്റെയും ആരാധ്യയുടെയും കല്യാണം. തടസ്സങ്ങൾ ഏതുമില്ലാതെ നല്ല രീതിയിൽ നടന്നു കിട്ടിയാ മതി. നമ്മൾ വിചാരിച്ചോണ്ടായില്ല, ഹോമം ചെയ്യണ ആള് വിചാരിക്കണം. മോനെ ദേവാ, ഓരോ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ കല്യാണത്തിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ലേന്ന് മനസ്സുരുകി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഹോമം തുടങ്ങിക്കോളൂ. ശരിക്കും ഈ കല്യാണം നടക്കണമെന്ന് ദേവൻ പ്രാർത്ഥിക്കുവോ, അതോ പോയ വൈദേഹി തിരിച്ചു വരണേന്ന് പ്രാർത്ഥിക്കുവോ? ഒന്നും പറയാൻ പറ്റില്ല. മരിച്ചവര് തിരിച്ചു വരില്ലെന്ന ചിന്ത പോലും അവനില്ല. അത്രമാത്രം വൈദേഹിയുടെ കാൽച്ചുവട്ടില്ല അവൻ. ദേവാ, ആഗ്രഹം മനസ്സിൽ സങ്കല്പിച്ചോളൂ. എന്റെ വൈദേഹി ജീവനോട് തിരിച്ചു വരണം. വൈദേഹിക്കല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റാർക്കും സ്ഥാനം ഉണ്ടാവരുത്. സങ്കല്പിച്ചു കഴിഞ്ഞുവല്ലോ. വിധി പ്രകാരം ഹോമം കഴിയുമ്പോ നിങ്ങൾ സങ്കല്പിച്ചത് അതേപടി നടന്നിരിക്കും. ഭഗവാന്റെ അരുള് എപ്പോഴും കൂടെ ഉണ്ടാവും. ആ കുട്ടി, വിധിപ്രകാരം പൂജ ചെയ്തോളാ. ആയിക്കോട്ടെ തിരുമേനി. മൃത്യുഞ്ജയ ഹോമത്തിന് മൃത്യുവിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശക്തിയുണ്ട്. മൃത്യുഭയമുള്ളവര് ഈ ഹോമം നടത്തിയ പ്രാണാപായത്തിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. ഇനി ഒരു പക്ഷേ മൃത്യുഭയമുള്ള ആർക്കെങ്കിലും വരാൻ പറ്റില്ല എന്ന് വെച്ചാ അവർക്ക് വേണ്ടിയും മറ്റൊരാൾക്ക് ഈ ഹോമം നടത്താവുന്നതാണ്. എന്റെ വൈദേഹി ഇപ്പൊ ജീവൻ മരണ പോരാട്ടത്തിലാണ്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഹോമം നടത്തുന്നത്. അവളുടെ ജീവനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണം. എന്റെ ജീവന്റെ ജീവനായ വൈദേഹി മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഈ പൂജ സ്വീകരിച്ച് വൈദേഹിയുടെ ജീവൻ എനിക്ക് തിരിച്ചു തരണേ. അല്ല വൈദേഹി, നീ എങ്ങനെ ഇവിടെ? ഇവിടെയല്ലാതെ ഞാൻ എവിടെ പോവാനാ ദേവേട്ടാ? ഞാൻ എപ്പോഴും ദേവേട്ടന്റെ കൂടെയല്ലേ.
എനിക്ക് വേണ്ടിയല്ലേ ദേവേട്ട ഈ ഹോമം നടത്തുന്നത്? അപ്പൊ പിന്നെ ഞാനില്ലാതെ എങ്ങനെയാ? അതെനിക്കറിയാം വൈദേഹി. നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആ സ്ഥാനം നിനക്ക് മാത്രമായിരിക്കും. അതെനിക്കറിയാലോ ദേവേട്ട. ദേവേട്ടനത് പ്രത്യേകം പറയണോ? എന്നാൽ എന്താടാ ദേവാ, നീ എന്താ നോക്കുന്നേ? മനസ്സ് ഏകാഗ്രമായിരിക്കണം. ആ ദേവാ, ഹോമം സമ്പന്നമായിരിക്കണു. ആഹൂതി അർപ്പിച്ച് എണീറ്റോളാ. ഹോമം സമ്പന്നമായി. ഇനി പൂർണ്ണാഹൂതി അർപ്പിക്കേണ്ടതാണ്. വർമ്മ സാറേ, ആഗ്രഹങ്ങൾ നിറവേറണമെന്ന് പ്രാർത്ഥിച്ച് ഈ പൂർണ്ണാഹൂതിയെ തൊട്ട് വന്നിച്ചോളാ. ദേവന്റെ പ്രാർത്ഥന തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അവൻ തൊട്ടത് ഞങ്ങളെല്ലാരും തൊട്ടതിന് സമ. ദേവാ, അർപ്പിച്ചോളാ. ദേവാ, ഓം അദൈത്യം വിഷ്ണവേ ശരണർവതി യജ്ഞോ വൈ വിഷ്ണുഃ യജ്ഞ ഏവാന്തത പ്രതിഷ്ഠതി. ദേവേട്ട, തന്നോ ലക്ഷ്മീ പ്രചോദയാത്. മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി. വൈദേഹി, ദേവേട്ടാ, ഇത് വെച്ചോ. ദേവേട്ടാ, ഇല്ല മോളെ, ദേവേട്ടാ, ഇരിക്കുന്നു മോളെ. ദേവേട്ട, എന്റെ ദേവേട്ടൻ എവിടെ? ദേവേട്ട, ദേവേട്ട, വൈദേഹി, ഞാൻ പറയുന്നത് കേൾക്ക്. എന്താ ഞാൻ ഇവിടെ? മഹേന്ദ്രൻ എന്താ ഇവിടെ? അല്ല, ഇത് ഏതാ സ്ഥലം? ദേവേട്ടൻ എവിടെ? വൈദേഹി, കൂൾ ഡൗൺ. മോളെ, ആവേശം കാണിക്കരുത്. സമാധാനത്തോടെ കിടന്നോളൂ. എങ്ങനെ സമാധാനിക്കണമെന്നാ? അവിടെ എന്റെ ദേവേട്ടന്റെ നിശ്ചയം നടക്കാൻ പോവാ. എനിക്ക് നീ എങ്ങോട്ടാ പോണം. പോകുന്നത്? നിക്ക് അവിടെ. നിക്ക് വൈദേഹി, പറയുന്നേ കേക്ക്. നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല വൈദേഹി. പേടിക്കാനായിട്ട് ഒന്നുമില്ല. ബോധം തെളിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ആദ്യം ഞാനൊന്ന് പരിശോധിക്കട്ടെ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്കൊന്നുമില്ല. മഹേന്ദ്ര, എനിക്ക് വീട്ടിലേക്ക് പോണം. എന്റെ ദേവേട്ടനെ കാണണം. നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല.
ഇത്രയും നേരം ദേവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് രാത്രി മുഴുവൻ നിന്നെ ശുശ്രൂഷിക്കുകയായിരുന്നു. സത്യാണോ? എന്റെ ദേവേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നോ? എനിക്ക് എനിക്ക് എന്റെ ദേവേട്ടനെ കാണണം. ഇപ്പൊ തന്നെ കാണണം മഹേന്ദ്ര. വൈദേഹി നിക്ക്. അവനിപ്പോ വീട്ടിലില്ല, അമ്പലത്തിൽ പോയേക്കോ. എന്നാ ഞാൻ അമ്പലത്തിൽ പോയി കണ്ടോളാം. ഏതമ്പലെന്ന് മഹേന്ദ്രനെ അറിയാലോ, പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്നെ എവിടേക്ക് കൊണ്ടുപോ. എനിക്ക് വേഗം അവിടെ എത്തണം പ്ലീസ്. ഒരു മിനിറ്റ്, കാര്യം മുഴുവനും കേക്ക്. വൈദ്യരെ, ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. ദേവൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചികിത്സയും ഫലപ്രദമാകൂ. സൂക്ഷിച്ചു കൂട്ടിക്കൊണ്ടു പോയിട്ട് വരൂ. ശരി. നന്ദി വൈദ്യരെ, ഒരുപാട് നന്ദി. ശരി വാ വൈദേഹി, പോയിട്ട് വരൂ. അങ്ങനെ ഹോമം വിഘ്നങ്ങളൊന്നും ഇല്ലാതെ സമ്പന്നമായി. ഇനി ചെന്ന് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്തോളൂ. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരവും കിട്ടും. ദേവാ, ചെല്ലെ പ്രദക്ഷിണം ചെയ്തിട്ട് വാ മോനെ. ആരാധ്യേ, മഹാദേവന്റെ അനുഗ്രഹം തേടിയല്ലേ ഇവിടേക്ക് വന്നത്? അവിടെ ചെന്ന് പ്രദക്ഷിണം ചെയ്യും. ആദ്യം ഭഗവതിയുടെ പ്രദക്ഷിണം നടക്കട്ടെ, പിന്നെ മതി ഭഗവാന്റെ. സെറ്റപ്പ് ഒക്കെ അവിടെയാണല്ലോ റെഡിയാക്കിയ. ഇയാളിപ്പോ ഇങ്ങോട്ടേക്ക് പോവാൻ പറഞ്ഞാ സാരമില്ല, ഒടുവിൽ അങ്ങോട്ടേക്ക് തന്നെയല്ലേ പോകുന്നത്. അവസാനം എല്ലാരും മഹാദേവനിൽ തന്നെ അലിയേണ്ടവരല്ലേ തിരുമേനി? എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്റെ വൈദേഹി എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കണം. എന്റെ പൂജ ഭഗവാൻ സ്വീകരിച്ചെങ്കിൽ എന്റെ വൈദേഹിയുടെ ജീവൻ തിരിച്ചു കിട്ടും. അവൾ എന്റെ അരികിലേക്ക് ഓടിയെത്തുകയും ചെയ്യും. സാറേ, നിങ്ങൾ ഭക്തർക്കുള്ള ഭസ്മവും ദാനധർമ്മങ്ങളും തുടങ്ങിക്കോളൂ. ആയിക്കോട്ടെ തിരുമേനി, ഇപ്പൊ തന്നെ തുടങ്ങാം. ദേവ, ആ ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിലും എനിക്ക് ആ സ്ഥാനം കിട്ടും. എനിക്ക് നിന്നെ വേണം ദേവ. നീ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം ആരാധ്യേ. പക്ഷെ എന്റെ മനസ്സിൽ വൈദേഹിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. പക്ഷെ അതെന്താ നീ മനസ്സിലാക്കാത്തത്? ദേവേട്ടാ, 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 ദേവേട്ടാ. വൈദേഹി, വൈദേഹി നിക്ക്, നിക്ക് വൈദേഹി. പോയിക്കോ ദേവ. പക്ഷെ ഒടുവിൽ പ്രദക്ഷിണം ചെയ്യേണ്ടത് അവിടെയല്ലേ? അവിടെ എത്തിയല്ലേ പറ്റൂ. വൈദേഹി നിക്ക്, വൈദേഹി ഓടല്ലേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഉള്ള എനർജി നഷ്ടപ്പെടും. ദേവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്ക് നോക്കാം, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. നീ ഇവിടെ ഇരിക്കെ, ഞാൻ ചെന്നെവിടെയാണെന്ന് നോക്കിയിട്ട് വരാം. അല്ല മഹീന്ദ്ര, എന്റെ ദേവേട്ടനെ കാണുന്നത് വരെ എനിക്ക് ഒരിടത്തും ഇരിപ്പ് ഉറക്കില്ല. എന്റെ മനസ്സിൽ വെപ്രാളവും മാറില്ല. അല്ല മഹീന്ദ്ര, മഹീന്ദ്രൻ പറഞ്ഞത് സത്യമല്ലേ? എന്റെ ദേവേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നില്ലേ? എന്നെ തിരിച്ചറിഞ്ഞിരുന്നോ? അതെ വൈദേഹി, അവൻ ഇവിടെ തന്നെയുണ്ട്. നിനക്ക് വേണ്ടി പൂജ ചെയ്യാനാ വന്നേ. അങ്ങനെയാണെങ്കിൽ
എനിക്ക് എന്റെ ദേവേട്ടനെ കാണണം. ഇപ്പൊ തന്നെ ദേവേട്ടനെ കാണണം. ദേവേട്ടാ, വൈദേഹി വൈദേഹി വൈദേഹി! ഓ ദേവാ, നീ എവിടെയത്? വൈദേഹി, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ദേവേട്ടാ, ദേവേട്ടാ, എവിടെയാ ദേവേട്ടാ? ദേവേട്ടാ, 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 എന്റെ ദേവേട്ടൻ എവിടെയാ? ദേവാ, എവിടെയാ നീ? ദേവാ, ദേവാ, ദേവേട്ടാ, 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 ദേവാ! നീ ഇതെവിടെയാ ദേവാ? ദേവാ, 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 ദേവാ! എവിടെയാ ദേവാ ഇത്? ദേവാ, എന്തിനാ പിടിച്ചു മാറ്റിയേ? കുടുംബം മുഴുവൻ ഇവിടെ ഉണ്ട് വൈദേഹി. അവര് നിന്നെ കണ്ട ദേവനെ കാണാൻ വിടില്ല. നമ്മളെ രഹസ്യമായിട്ട് വേണം അവനെ കാണാനായിട്ട്. ദേവേട്ടൻ എന്നെ തിരിച്ചറിഞ്ഞില്ലേ? പിന്നെന്താ പ്രശ്നം? എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ രാത്രി നിന്റെ അടുത്തായിരുന്നെന്നും വൈദേഹിയെ തിരിച്ചറിഞ്ഞെന്നും അവനോട് പറയില്ലായിരുന്നോ? പറഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഒരുമിക്കണം. അതിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അതുവരെ ഒന്ന് ക്ഷമിക്കും. അത് കണ്ടോ മഹേന്ദ്ര, ദേവേട്ടൻ ദേവേട്ടാ, നിക്ക് വൈദേഹി, ദേവേട്ടാ. അവരെല്ലാവരും ഇവിടെ ഉണ്ട്. ഇല്ല, എനിക്ക് എന്റെ ദേവേട്ടനെ കാണണം. എന്നെ വിട്ടെ, ഞാൻ എന്റെ ദേവേട്ടന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. വൈദേഹി, അമ്മേ, നീ ഇവിടെ എന്തെടുക്കുക? ദേവൻ എവിടെ പോയി? രണ്ടുപേരും ഒരുമിച്ചല്ലേ പ്രദക്ഷിണം ചെയ്യണ്ടേ? ഒന്നിച്ചാ തുടങ്ങിയത്. ഇടയ്ക്ക് എന്റെ കാലിൽ ഒരു ചിരട്ട കുത്തു കയറി. എന്നിട്ട് എന്നെ മൈൻഡ് ചെയ്യാതെ ദേവൻ പോയി കളഞ്ഞു. അവന് മൈൻഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തോണ്ടല്ലേ നമ്മൾ ഇത്രയേറെ കഷ്ടപ്പെടുന്നേ. നീയല്ലേ വിടാതെ അവന്റെ പുറകെ ചെല്ലണ്ടേ? എന്നാലും പേടിക്കൊന്നും വേണ്ട. ദേവൻ നിന്നോടൊപ്പം പ്രദക്ഷിണം ചെയ്യേണ്ടതും നിന്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തേണ്ടതും മഹാദേവ സന്നിധിയില. ഒടുവിൽ അങ്ങോട്ടല്ലേ വരിക.